തൊടുപുഴ നഗരസഭയിലും വലിയ പ്രതിസന്ധി UDF നേരിടുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. UDF-ൽ തമ്മിലടി രൂക്ഷമാണ്. അവിടെ നിലവിലെ ചെയർപേഴ്സൺ സാബിറ ജലീലിനെ പുറത്താക്കാൻ UDF-നുള്ളിൽ വലിയ അണിയറ നീക്കങ്ങൾ നടക്കുകയാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. രാജിവെക്കേണ്ടി വന്നാൽ എന്തൊക്കെയാണ് അണിയറയിൽ നടന്നതെന്ന് വിളിച്ചു പറയുമെന്നും ചെയർപേഴ്സൺ പറയുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയാത്ത പലതും UDF ഭരണസമിതിയുടെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് അവരുടെ ചെയർപേഴ്സന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതേസമയം നഗരസഭയിൽ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിൽ സമാന്തര ഭരണസമിതിക്കുള്ള നീക്കങ്ങളും സജീവമാണ്. പാർട്ടി മുന്നണിയും ഇതുവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ രാജിവെച്ചു കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഇത് ടേം അടിസ്ഥാനത്തിൽ വന്നേക്കുന്നതാണ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനമല്ല, പാർട്ടി എനിക്ക് തന്നതാണ്. കാരണം പാർട്ടിയുടെ അതായത് ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഒരു മുനിസിപ്പൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നതല്ലേ പാർട്ടിയുടെ ഉത്തരവാദിത്വം. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിർവഹിക്കും. പിന്നെ അങ്ങനെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ട സാഹചര്യമാണെങ്കിൽ ഞാൻ മാറും. പക്ഷേ അതിനുണ്ടായ കാരണങ്ങൾ അതെനിക്ക് വ്യക്തമാക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു കുടുംബം, ഇപ്പോൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ UDF സംവിധാനം അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലിന് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അതങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞ് തീർത്ത് പോകാം. ജലീലിന്റെ വാക്കുകളാണ് കേട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നുണ്ട്, പാർട്ടി മാറാൻ പറഞ്ഞാൽ മാറും, പക്ഷേ മാറിയാൽ എന്തുകൊണ്ട് മാറേണ്ടി വന്നു എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ പല കളികളും അവിടെ നടക്കുന്നുണ്ട് എന്നതാ. അഖിൽ TS നമ്മളോടൊപ്പം ചേരുകയാണ്. തൊടുപുഴയിൽ നിന്ന് നോക്കാം എന്താണ് തൊടുപുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ, ഗുഡ് മോർണിംഗ്. അഖിൽ, തൊടുപുഴ നഗരസഭയിൽ എന്താണ് നടക്കുന്നത്? ഈ സാബിറ ജലീലിന്റെ വാക്കുകളല്ലേ നമ്മളിപ്പോൾ കേട്ടത്. അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അവരെ പുറത്താക്കാൻ കാരണം എന്താണ്? അഴിമതിക്ക് അവർ കൂട്ടുനിൽക്കാത്തതാണോ? അവരെ മാറ്റണം എന്ന ചിന്തയിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാരും ആ പാർട്ടിയും എത്താനുള്ള കാരണം? മനു, ഗുഡ് മോർണിംഗ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ തൊടുപുഴ നഗരസഭയിലും പാലാ നഗരസഭയിലേയും തുല്യമായ UDF-ലെ തമ്മിലടികൾ രൂക്ഷമാണ്. നമ്മളിപ്പോൾ കേട്ടത് നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള സാബിറ ജലീലിന്റെ വാക്കുകളാണ്. ഇത്തരത്തിൽ ഇവിടെ അഴിമതി ആരോപിക്കപ്പെടുന്നത് രണ്ട് പ്രശ്നത്തിലൂടെയാണ് ഇവിടുത്തെ അഴിമതി മറ നീക്കി പുറത്തു വരുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, പഴയ ബസ് സ്റ്റാൻഡ് മൈതാനം ഒരു ഫർണിച്ചർ മേളയ്ക്കായി വിട്ടു നൽകണമെന്ന ദിവസ വാടക 5000 രൂപയ്ക്ക് വിട്ടു നൽകാമെന്നുള്ള ഒരു അപേക്ഷ നഗരസഭയിൽ ലഭിക്കുന്നു. ഒരു സ്വകാര്യ കമ്പനി അത്തരത്തിലൊരു അപേക്ഷ നൽകുന്നു. എന്നാൽ ഈ UDF-ന്റെ ജില്ലയിലെ UDF-ന്റെ ലീഗിൻ്റെ കുറച്ച് ആളുകൾ അതിന് വിട്ടു നൽകി കൂടാ എന്നുള്ളൊരു നിലപാടെടുക്കുന്നു. ആ നിലപാട്, അതായത് ദിവസേന 5000 രൂപയാണ് വാടകയായി നിശ്ചയിച്ചിരുന്നത്. നഗരസഭയ്ക്ക് 5000 രൂപ വാടക കിട്ടുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കണം, അത് വ്യാപാരികളെ സംരക്ഷിക്കാനാണ് എന്നാണ് ഇവിടുത്തെ UDF-ന്റെ ചില കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞത്. അതിലൊരു അഴിമതി ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ആദ്യം തന്നെ ഉയർന്നു വരുന്നു. അതേ തുടർന്ന് നഗരസഭാ കൗൺസിൽ ഇത് വോട്ടിനിടുന്നു. ഈ വോട്ടിനിട്ട ഘട്ടത്തിൽ UDF-ന്റെ നിലപാട് കൊടുക്കേണ്ട എന്നുള്ളതായിരുന്നു. 38 അംഗങ്ങളിൽ 19 UDF ഭരണസമിതി അംഗങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ടുള്ള സാബിറ ജലീൽ ഇതിൻ്റെ അകത്തെ അഴിമതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ ഈ മറ നീക്കി പുറത്തു വന്ന ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു. രണ്ടാമത്തത് മങ്ങാട്ടുകോല, തൊടുപുഴ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ നഗരസഭയുടെ അനുമതി ഇല്ലാതെ ഒരു ലീഗ് പ്രാദേശിക നേതാവ് ഒരു എക്സ്റ്റൻഷൻ നടത്തുന്നു. ആ കെട്ടിടത്തോട് ചേർന്ന് മറ്റൊരു നിർമ്മിതി കൂടെ നടത്തുന്നുണ്ട്. അത് നഗരസഭയുടെ അനുമതി വാങ്ങാതെയാണ് നടത്തിയത്. അത് കൃത്യമായി നഗരസഭാ സെക്രട്ടറി കണ്ടെത്തുകയും അതിനെ തുടർന്ന് നോട്ടീസ് നൽകുകയും അത് പൊളിച്ചു മാറ്റണമെന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ ഈ തൊടുപുഴയിലെ തന്നെ ലീഗിൻ്റെ മറ്റ് നേതാക്കൾ രംഗത്ത് വരുന്നു. ചെയർപേഴ്സണെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നു. ഇവർ ലീഗിൻ്റെ മറ്റ് പ്രാദേശിക നേതാക്കൾ ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭയെ അറിയിക്കാതെ ഒരു അനധികൃത നിർമ്മാണത്തിന് അനുവാദം നൽകിയത് എന്നുള്ളതായിരുന്നു ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്ന കാര്യം. ഇതായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം മറനീക്കി പുറത്തേക്ക് വന്ന കാര്യം. 7 മാസമായി നിലവിൽ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്ത് സാബിറ ജലീൽ ഏറ്റെടുത്തിട്ട് നിലവിൽ 2 വർഷമാണ് സാബിറ ജലീലിന് മുന്നണി പ്രകാരമുള്ള കാലാവധി എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ വൈസ് ചെയർമാനായിട്ടുള്ള ദീപക്കിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വെള്ളിമൂങ്ങ സിനിമയിൽ കണ്ടതുപോലെ സാബിറ ജലീലിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് ഭരണം കൈയേറാമെന്നുള്ളൊരു രീതിയിലായിരുന്നു ദീപക്കിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ന്റെ ചില പ്രാദേശിക ആളുകൾ അഴിമതി അതുവഴി നടത്താം, സാബിറ ജലീലിനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി നഗരസഭയിൽ വെച്ചുകൊണ്ട് ഭരണം കൈയാളാമെന്നുള്ളൊരു ധാരണയിലായിരുന്നു അവർ സാബിറ ജലീലിനെ ആദ്യത്തെ 2 വർഷത്തേക്ക് നഗരസഭാ ചെയർപേഴ്സണാക്കി. എന്നാൽ അവരുടെ ധാരണ തെറ്റിച്ചുകൊണ്ട് ചെയർപേഴ്സൺ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും
നിലപാടുകൾ എടുക്കാനും തുടങ്ങിയതോടെയാണ് നഗരസഭയിലെ ഈ പടലപ്പിണക്കം മറനീക്കി പുറത്തു വരാൻ തുടങ്ങിയത്. കഴിഞ്ഞ 7 മാസക്കാലമായി നഗരസഭയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ജൂൺ മാസം നമ്മളൊക്കെ ആദ്യം തന്നെ കൊടുത്ത വാർത്തയാണത്. ഒരു മഴ പെയ്തപ്പോൾ തൊടുപുഴ പുഴയെന്നോളം തന്നെ തൊടുപുഴയുടെ പേരിനെ അന്വർത്ഥമാക്കും വിധം പുഴയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. കാരണം അത്തരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊന്നും നടന്നില്ല. തൊടുപുഴയിലെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. തൊടുപുഴയിൽ കഴിഞ്ഞ 7 മാസക്കാലമായി പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. UDF-നുള്ളിലെ ഈ തർക്കങ്ങളാണ് അതിന് കാരണം. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഓഫീസ് അസിസ്റ്റന്റുമാരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയർപേഴ്സണായിട്ടുള്ള സാബിറ ജലീലിൻ്റെ മേശപ്പുറത്തുനിന്ന് വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ മാറ്റുകയും അത് ചോദ്യം ചെയ്ത ഓഫീസിലെ ഡ്യൂട്ടിയിൽ ഷഫ്ലിംഗ് വരുത്തിയതിനെ ചോദ്യം ചെയ്ത സാബിറ ജലീലിനെതിരെ വലതുപക്ഷ ജീവനക്കാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ഖരാവോ ചെയ്യിപ്പിക്കുകയും എന്ന തരത്തിലുള്ള വലിയ ഭീഷണികളൊക്കെ നഗരസഭയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചരടുവലികളാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ തൊടുപുഴ നഗരസഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാബിറ ജലീലിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. പാർട്ടി പറഞ്ഞാൽ രാജിവെക്കും എന്ന് സാബിറ ജലീൽ ആദ്യഘട്ടം മുതൽ പറയുന്നുണ്ട്. പക്ഷേ രാജിവെക്കേണ്ടി വന്നാൽ എന്തൊക്കെയാണ് രാജിവെക്കാൻ തന്നെ പ്രേരിപ്പിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ രാജി എഴുതി വാങ്ങുന്നതിന് എന്തൊക്കെ ഉള്ളുകളികളാണ് നടന്നിട്ടുള്ളത് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ രാജിവെക്കൂ എന്നുള്ളത് സാബിറ ജലീൽ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിൽ നഗരസഭയിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട്. ആ അഴിമതികൾക്ക് നേതൃത്വം നൽകുന്നത് വൈസ് ചെയർമാനായിട്ടുള്ള ദീപകിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ ചില ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. ആ മറ്റൊരു സമാന്തര ഭരണസമിതി സാബിറ ജലീലിനെ മാറ്റി നിർത്തിക്കൊണ്ട് വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിലും ജില്ലയിലെ ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തരമായൊരു ഭരണസമിതി തൊടുപുഴ നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ നഗരസഭയിലെ പ്രവർത്തനങ്ങൾ അവർ നിയന്ത്രിക്കുന്നതിന് കൂട്ടുനിൽക്കില്ല. അത്തരത്തിലുള്ള അഴിമതിക്ക് താൻ കൂട്ടുനിൽക്കില്ല. അതിൻ്റെ പേരിലാണ് താൻ പുറത്തേക്ക് പോകേണ്ടി വരുന്നതെങ്കിൽ അത്തരത്തിൽ നടന്നിട്ടുള്ള ഓരോ അഴിമതികളും എണ്ണി പറഞ്ഞതിന് ശേഷം മാത്രമേ താൻ നഗരസഭയുടെ പടിയിറങ്ങൂ എന്നാണ് സാബിറ ജലീൽ കൃത്യമായി പരാമർശിക്കുന്നത്. എന്തുതന്നെയായാലും അല്പം മുമ്പ് നമ്മൾ പാലാ നഗരസഭയിൽ കണ്ടതുപോലെ തന്നെ തൊടുപുഴ നഗരസഭയിലെ സാബിറ ജലീലിൻ്റെ ഭാവി ഇനി എത്ര നാളെന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യമായി ഉയർത്തപ്പെട്ട കാര്യമാണ്. കാരണം 2 വർഷം തികയ്ക്കാൻ സാബിറ ജലീലിന് കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. സാബിറ ജലീലിന് സ്ഥാനം ഒഴിയേണ്ടി വരും. ആ സ്ഥാനം ഒഴിയേണ്ടി വരുമ്പോൾ സാബിറ ജലീൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സാബിറ ജലീൽ പുറത്തുവിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഈ നഗരസഭയിൽ നടന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് മനു നമ്മൾ. ശരി, നമുക്ക് കാത്തിരിക്കാം അഖിൽ. ഏതായാലും നടക്കട്ടെ എന്തൊക്കെയാണെന്ന്.